നിർണായക നിയമസഭാ തെരഞ്ഞെടുപ്പിന് 15 ദിവസം മാത്രം ശേഷിക്കെ കൊട്ടിക്കയറി പ്രചാരണം. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. ആകെ പത്രിക നൽകിയത് 1252 പേർ. വ്യാഴാഴ്ച വരെ പത്രിക പിൻവലിക്കാൻ അവസരം. പ്രിസൈഡിംഗ് ഓഫീസർമാർക്കുള്ള പരിശീലനം ഇന്ന് തുടങ്ങും. മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം ഇന്ന് ഇടുക്കി ജില്ലയിൽ. 4 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10 മണിക്ക് വാർത്താ സമ്മേളനം. ഏപ്രിൽ 3 വരെ 48 കേന്ദ്രങ്ങളിൽ പിണറായി എത്തും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിലെ BJP സീൽ ആയുധമാക്കി കോൺഗ്രസും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തു നൽകി KC വേണുഗോപാൽ MP. ക്ലറിക്കൽ പിഴവെന്ന വിശദീകരണം വിശ്വാസയോഗ്യമല്ലെന്ന് കത്ത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും തമ്മിൽ അന്തർധാരയെന്നും പരാതി. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ വീണ്ടും സമരത്തിലേക്ക്. ഇന്ന് സൂചനാ പണിമുടക്ക് നടത്തും. ധാരണാ കരാറിൽ ഒപ്പിട്ട ആശുപത്രികളെ സമരം ബാധിക്കില്ല. മുഴുവൻ ആശുപത്രികളും ശമ്പള പരിഷ്കരണം നടപ്പാക്കിയില്ലെങ്കിൽ 26 മുതൽ അനിശ്ചിത പണിമുടക്കെന്ന് UNA. സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പ് തുടരുന്നു. ഇടുക്കി, വയനാട് ജില്ലകൾ ഒഴികെ 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ താപനില 38 ഡിഗ്രി വരെ. ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയ ആരോഗ്യവകുപ്പ്. വയനാട് വടക്കനാട് ഭീതി പടർത്തുന്ന കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യം 3ാം ദിനത്തിൽ. മുട്ടിക്കൊമ്പനായുള്ള തെരച്ചിൽ പുലർച്ചെ 3:30 ആരംഭിച്ച് വനം വകുപ്പ്. ഇന്നലത്തെ ദൗത്യം അവസാനിപ്പിച്ചത് ആന ഉൾക്കാട്ടിലേക്ക് കയറിയതിനെ തുടർന്ന്. തൊണ്ണൂറ് പേരുടെ ജീവനെടുത്ത സൈനിക വിമാന ദുരന്തത്തിന്റെ നടുക്കത്തിൽ കൊളംബിയ. ഇനിയും കണ്ടെത്താനുള്ളത് 30 പേരെ. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. പെറു അതിർത്തിക്ക് സമീപം തകർന്നു വീണത് ഹെർക്കുലീസ് C-13Z എന്ന വിമാനം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ചരിത്ര ജയവുമായി ഈസ്റ്റ് ബംഗാൾ. മുഹമ്മദൻസിനെ തകർത്തത് എതിരില്ലാത്ത 7 ഗോളിന്. ISL-ലെ ഉയർന്ന ജയത്തിൽ ഗോവയുടെ റെക്കോർഡിനൊപ്പം എത്തി ഈസ്റ്റ് ബംഗാൾ.